കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പിന്നെയും കർത്താവ് നമ്മളെ ജീവനോടെ ശേഷിപ്പിച്ചു. ഈ ഭൂപരപ്പിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായി. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നമ്മെ ആക്കി തീർക്കുവാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കൊച്ചൊരായുസ് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലവഴിപ്പാനിടയാകണം. ഇന്ന് പകൽക്കാലത്തിങ്കൽ വചനദീപ്തി സാക്ഷ്യകൂടാരത്തിൽ അനുഗ്രഹീതനായ ഒരു കർത്തദാസൻ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേല UP-യിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ അരുൺ യേശുദാസൻ പാസ്റ്ററാണ് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്തദാസന് അനേക അനുഭവ സമ്പത്തുള്ളവനാണ്. ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, കർത്താവ് വിളിച്ച് വേർതിരിച്ച വിധങ്ങൾ, തന്റെ ജീവിത അനുഭവ സാക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയ വചനദീപ്തി സാക്ഷ്യകൂടാരത്തിലെ പ്രേക്ഷകരോടായിട്ട് എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, നമ്മുടെ സാക്ഷ്യകൂടാരത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ. മാത്രമല്ല, ഈ Zoom പ്ലാറ്റ്ഫോമിലും ഇതര മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽക്കാലം തുടക്കം തൊട്ട് ഈ സ്കിപ്പ് ചെയ്യാതെ ഒടുക്കം വരെയും ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുകയും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലത്തിങ്കൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായിട്ട് കർത്തദാസിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രഭാതം ഞങ്ങൾക്ക് തന്നല്ലോ അപ്പാ. ഉദയസൂര്യനായ അങ്ങയുടെ മുഖം കണ്ട് ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങളെ ഉപയോഗിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനെ ഞങ്ങളോടൊത്ത് കൂട്ടി വരുത്തിയല്ലോ കർത്താവ്. കുടുംബമായി ആദരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ അനേകരുടെ ആശ്വാസത്തിനായിട്ട് അങ്ങയുടെ അഭിഷിക്തനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് പകലിൽ ഞങ്ങളോടൊത്ത് കടന്നു വന്ന് തന്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് അത് തനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇത് ഭൂലോകമെമ്പാടുമുള്ള ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കും കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ അഭിഷിക്തനെ ബലത്തോടെ ഇരുത്തുമാറാകണമേ. ശരീരാത്മതകളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കുടുംബമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടിലായിരുന്നല്ലോ. ഇത്രത്തോളം കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. പൂർണ്ണമായി കർത്താവെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ അങ്ങ് നിയന്ത്രിച്ച് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഒരു പ്രതികൂലവും ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ഞങ്ങളോടൊത്ത് ഇന്ന് പകൽക്കാലം ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കർത്തദാസനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തിങ്കൽ കർത്താവിന്റെ ദാസന്റെ ബാല്യകാല സ്മരണകൾ, കർത്താവിന്റെ വേലയ്ക്കായിട്ടുണ്ടായ വിളി, എപ്രകാരമാണ് ഈ UP-യിലേക്ക് എത്തപ്പെടുവാൻ കാരണം, തന്റെ ജീവിതത്തിൽ അനേക അനുഭവ സമ്പത്തുണ്ട്. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടുവാൻ സമയമുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിവിധ നിലകളിലൂടെ ഉള്ളതാണല്ലോ. ഓരോരുത്തർക്കും വിഭിന്നങ്ങളായ അനുഭവ സാക്ഷ്യങ്ങളാണ്. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളൊക്കെയും വളരെ ആഗ്രഹപൂർവ്വമായിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസന് സാക്ഷ്യങ്ങൾ തുടരാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാത സമയം വചനദീപ്തിയിലൂടെ സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനാണ് കർത്താവ് നന്ദി പറയുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസിമാർക്കും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിന് നന്ദി പറയുന്നു. ഇതൊരു വലിയൊരു ഈ സാക്ഷ്യം പറയുന്നത്, ഇത്തരത്തിലുള്ള അവസരം ഞങ്ങൾക്ക് നൽകുന്നത് അത് വലിയ അനുഗ്രഹമായും വലിയൊരു അനുഗ്രഹത്തിന് ഉറവിടമായി ഞാൻ ഇന്ന് രാവിലെ കണക്കാക്കുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പങ്കുവെപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ മുള്ളിലൂടെ നടത്തിയ അനുഭവം, അതൊന്ന് സാക്ഷ്യത്തിനാണെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തൻ്റെ പ്രവർത്തന പദ്ധതി ഒരുക്കിയെടുക്കുവാൻ
അന്ന് കടത്തിവിട്ട പാത അത് ഇന്ന് അനേകർക്ക് സാക്ഷ്യത്തിനാണെന്ന് വാസ്തവമായി ഇന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അരുൺ യേശുദാസൻ എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട അമ്പലത്തിൻകാല എന്നാണ്. അമ്പലത്തിൻകാല സ്വദേശിയാണ്. 1992 ഉത്തർപ്രദേശിൽ വരുവാനിടയായി തീർന്നത്. ഈ ഉത്തർപ്രദേശത്തിൽ കടന്നു വരുവാൻ അതിന് പിന്നിൽ ഒരുക്കിയ കാര്യം അല്പസമയം പങ്കെടുപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് ചെറുപ്പ നാളുകളിൽ എൻ്റെ വീട്ടിൽ ധാരാളം ദൈവദാസന്മാരെ കടന്നു വരുമായിരുന്നു. ആ ദേശത്ത് ആദ്യത്തെ പെന്തക്കോസ്ത് വിശ്വാസി എന്ന് പറയുന്നത് എൻ്റെ വലിയമ്മച്ചിയാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് വരുന്നത്. ആ ദേശത്തുള്ള ആദ്യത്തെ പെന്തക്കോസ്ത് വീട് ഞങ്ങളുടെ വീടായിരുന്നു. അതുകൊണ്ട് പ്രിയ വലിയമ്മച്ചി ധാരാളം ദൈവദാസന്മാർ വീട്ടിൽ വരുത്തുമായിരുന്നു. അവർ വരുമ്പോൾ കളർഫുള്ളായിട്ട് ആ ട്രാക്റ്റുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. ഇത് ഞങ്ങളിങ്ങനെ പ്രിയപ്പെട്ട കൊച്ചു കുട്ടികളായ ഞങ്ങളുടെ കയ്യിൽ തരുമായിരുന്നു. ഇത് ഓരോ വീടുകളിലും കൊണ്ടുകൊടുക്കുമായിരുന്നു. പക്ഷെ അന്ന് അവർ ഞങ്ങളുടെ തലയെ കൈവച്ച് എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് ഒരു മിഷണറിയായി, ഒരു പ്രവർത്തകനായി യുപിയിൽ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിനെ കുറിച്ച് പറയാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒന്ന്, ഞാൻ 10 പഠിക്കുമ്പോൾ എൻ്റെ ഒരു അങ്കിൾ എന്നെ ഡൽഹിക്ക് കൊണ്ടുപോയി. അദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് എന്നെ മറ്റൊരു വ്യക്തിക്ക് കൈമാറി. ആ കൈമാറി അദ്ദേഹം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിൽ 2 വർഷം പാത്രം കഴുകി. ആദ്യം കയ്യിലെടുത്ത പാത്രം ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ കരഞ്ഞു പറഞ്ഞു, ദൈവമേ, ഈ എച്ചിലെടുത്ത പാത്രം ഈ കരങ്ങളിൽ സുവിശേഷം എന്തുവാൻ അങ്ങനെ എനിക്ക് അവസരം നൽകണം, അങ്ങനെ സഹായിക്കണം. ദൈവം അത് കുറിച്ചിട്ടു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ റെഡിയായി തീർന്നു. വീണ്ടും പഠിപ്പാൻ ദൈവം കൃപ നൽകി. പഠനത്തിന് ശേഷം, ഡിഗ്രിക്ക് ശേഷം എന്നെ ബൈബിൾ കോളേജിൽ പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. അന്നത്തെ സമയം ഞാൻ ഉൾപ്പെട്ടിരുന്ന ആ ചെറിയ സമൂഹം, അവർക്കറിയില്ല ബൈബിൾ കോളേജിൽ സഹോദരന്മാരെ വിടണമെന്ന്, പഠിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. കാരണം അവർ പഠിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഗ്രാമത്തിൽ ഒരു പ്രവർത്തനം നടത്തുവാൻ കൊല്ലം സ്വദേശിയായ കർത്താവദാസൻ സോളമൻ ഡേവിഡ്, അദ്ദേഹം അസംബ്ലീസ് കൊണ്ട് ഒരു സുവിശേഷ കോളേജിൽ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ബൈബിൾ കോളേജിൽ വിടുവാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു ചെറുപ്പക്കാരൻ ഞാൻ അദ്ദേഹത്തോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാറേ, എന്നെ ബൈബിൾ കോളേജ് വിടണം, പഠിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായി, അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമായി. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെ ബൈബിൾ കോളേജിൽ വിട്ടു. അങ്ങനെ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ 1990, 91, 92 കാലങ്ങളിൽ പഠിക്കുവാൻ ദൈവം കൃപ നൽകി. ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വെറും 2 പാൻറ്റും 2 ഷർട്ടും ഒരു ചെറിയ ബാഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബൈബിൾ കോളേജ് ചെല്ലുമ്പോൾ ആ ബൈബിൾ കോളേജിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു, ദൈവമേ, എൻ്റെ ആവശ്യങ്ങളെ കുറിച്ച് മറ്റാരോടും പറയില്ല. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഈ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ദിവസവും 1 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ 10 മുതൽ 11 വരെ എല്ലാ ദിവസവും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1 മണിക്കൂർ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ബൈബിൾ കോളേജ് പഠനം വളരെ അനുഗ്രഹമായി തീർന്നു. എന്നെ ഏറ്റവും വലിയ എന്നെ സന്തോഷിപ്പിച്ചത് എന്റെ ഗ്രാജുവേഷനായിരുന്നു. ഏകദേശം 38 പേർ ഗ്രാജുവേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ അന്ന് ആ ഗ്രാജുവേഷൻ സമയത്ത് ആയിരങ്ങൾ 10,000 ആ ഗ്രാജുവേഷൻ കൂടി നിൽക്കുമ്പോൾ അന്ന് ഏകദേശം 38 പേർ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ആ 38 പേരെ ഗ്രാജുവേഷൻ സമയത്ത് ഓരോ സഹോദരന്മാർ എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു, ബ്രദറെ, പാൻ്റ് എടുത്തില്ലയോ, ഷൂ എടുത്തില്ലയോ, ഷർട്ട് എടുത്തില്ലയോ? എനിക്ക് ആ സമയം വരെ ഒരു പാൻറ്റോ ഷർട്ടോ ഷൂ എനിക്ക് ലഭിച്ചില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ആരോടും പറയത്തില്ല, അങ്ങനെ സഹായിച്ചെങ്കിൽ മാത്രം മതി. ഞാൻ പറയട്ടെ, 38 പേർ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ 38ാമനായി ഒരു പഴയ പാൻറ്റും പഴയ ഷർട്ടും
6 മാസത്തെ ചെരുപ്പ് ഇട്ടുകൊണ്ട് എല്ലാവരും ടൈയും പുതിയ പാൻറ്റും പുതിയ ഷർട്ടും എല്ലാം സെറ്റപ്പോടെ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഒരു ചെരുപ്പിട്ടവനായി പഴയ പാൻറ്റും പഴയ ഷർട്ടും ഇട്ട് ഗ്രാജുവേഷൻ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഇന്നത്തെ സൂപ്രണ്ടായിരിക്കുന്ന കർത്താവദാസൻ റവറന്റ് ടി ജെ ശോമൽ സാറ് നോർത്ത് ഇന്ത്യക്ക് മിഷന് ഭാരം വിടുവാൻ അന്നൊരു പദ്ധതി ഒരുക്കി. അതിൽ ആ മീറ്റിംഗിൽ എന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചു. നോർത്ത് ഇന്ത്യക്ക് പോകാൻ ആര് തയ്യാറാകുമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, എനിക്കൊരു അവസരം ലഭിച്ചാൽ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകും. ഇതെന്റെ രഹസ്യ പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ആ ദൈവം കേട്ടു. ആ കോൺഫറൻസിൽ, ആ മീറ്റിംഗിൽ ആദ്യം കൈപൊക്കി 13 പേരടങ്ങുന്ന സംഘത്തെ നോർത്ത് ഇന്ത്യക്ക് വിടുവാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇടയായി. അന്ന് അവരുടെ ദൈവം ഉപയോഗിച്ചു. ആ 13 പേരടങ്ങുന്ന സംഘം ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വന്നു. 13 പേരിൽ 12 പേര് തിരിച്ചുപോയി. 13വനായി അവിടെ നിൽപ്പാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ലക്നൌവിലെത്തി. ഞാൻ നോർത്ത് ഇന്ത്യക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ അമ്മയ്ക്കോ അച്ഛനോ അവർക്കറിയില്ല ഞാൻ എവിടെ പോകുന്നുവെന്ന്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവുകയാണെന്ന്. അവർ വിശ്വസിച്ചില്ല. കാരണം എൻ്റെ കയ്യിൽ പാൻറ്റില്ല, ഷർട്ടില്ല, ഒരു നല്ല ബാഗില്ല, മറ്റ് കാശുകളൊന്നുമില്ല. അപ്പൊ ഇവർ പറയുന്നത് കള്ളമാണെന്ന് അവർ വിശ്വസിച്ചു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വരുന്നതിന്റെ അന്ന് രാവിലെ മുറ്റത്തിറങ്ങിയിട്ട് അവരെ വിളിച്ചിട്ട് ഒരു പാട്ടുപാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂസിൽ നോക്കിയെന്ന പാട്ടുപാടി. എന്റെ മാതാപിതാക്കളെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതെന്റെ ആദ്യത്തെ അവസാനത്തെ ചുംബനമാണ്. നിങ്ങൾക്ക് വന്നാൽ തിരിച്ചു കാണാം, ഇല്ലെങ്കിൽ അവിടെ വെച്ച് കാണാം. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. എന്നോടൊപ്പമുള്ള കർത്താവദാസന്മാർ 13 പേർ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെത്തി. 2 പാൻറ്റും 2 ഷർട്ടും 6 മാസം തേഞ്ഞ അന്നത്തെ ഫിഷറിന്റെ ഒരു ചെരുപ്പ്, ചപ്പൽ, ഒരു പൊളിഞ്ഞു വെട്ടിയുമായി നോർത്ത് ഇന്ത്യയിൽ എത്തുവാൻ ദൈവം ഇടയാക്കി. ലക്നൌവിലെത്തി. ലക്നൌവിൽ അന്ന് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി 3 മാസത്തെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. ആ ട്രെയിനിങ്ങിൽ അവിടെ കഴിയുവാൻ ദൈവം ഇടയാക്കി തീർത്തു. കർത്താവദാസൻ റവറന്റ് പാപ്പി മത്തായിയുടെ കീഴിൽ പഠിക്കുവാൻ ദൈവം കൃപ നൽകി. അതിനുശേഷം എന്റെ ഏക പ്രാർത്ഥനയായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ എത്തിയപ്പോൾ എന്റെ ഏക പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു. കർത്താവേ, സുവിശേഷം ഒരിക്കൽ പോലും എത്തിയിട്ടില്ലാത്ത, സുവിശേഷം ആരെന്ന് ഒരിക്കൽ പോലും സുവിശേഷം കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ അങ്ങനെ അയക്കണം. കർത്താവെ, അവിടെ പോയി പ്രവർത്തിപ്പാൻ അങ്ങനെ സഹായിക്കണം. ഇതായിരുന്നു എന്റെ പ്രാർത്ഥന. അങ്ങനെ ലക്നൌവിൽ നിന്ന് ഗോഖർണ എന്ന സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് നിന്ന് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശിൽ ലഖിംപൂർ ഖീരിയിൽ ബീര ഖീരി എന്ന് പറയുന്ന കുഗ്രാമത്തിൽ, നേപ്പാളിനോട് അടുത്ത് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ഗോളയിൽ നിന്ന് ബസ് കയറി ഈ സ്ഥലത്ത് വരുവാൻ ദൈവം ഇടയാക്കി. അന്നൊരു ബസ് മാത്രമാണ് അവിടെ തിരിക്കുന്നത്. രാവിലെ ബസ് തിരിച്ച് വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ ബസ് ഇവിടെ എത്തുന്നത്. കാരണം റോഡില്ല, നല്ല റോഡില്ല. വരുന്ന വഴി മൊത്തം വനമാണ്. ഈ വനത്തിലൂടെ യാത്ര ചെയ്ത് ഈ ഗ്രാമത്തിലെത്തി. നോക്കിയപ്പോൾ ഈ വിജനമായ സ്ഥലം, ഈ ഗ്രാമം വളരെ വിജനമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമം. വനം കഴിഞ്ഞു അടുത്ത് ഈ ഗ്രാമത്തിലെത്തി. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം. കാരണം എനിക്ക് ഗ്രാമത്തിന്റെ പേരറിയില്ല, ഇവിടെ പോകണമെന്നറിയില്ല. അങ്ങനെ യാത്ര എന്നോടൊപ്പം ഒരു ദൈവാസം കൂടെ ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹമായിട്ട് ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമം നോക്കിയപ്പോൾ വിജനമായ സ്ഥലം. വന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ ഗ്രാമത്തിൽ കറണ്ട് ഇല്ല, ആശുപത്രിയില്ല, ഡോക്ടറില്ല, സ്കൂളില്ല. ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ സ്ഥലമെന്ന്. എവിടെ പോയാലും ഞാന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചെറിയൊരു സ്വഭാവം. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് താഴെ ഇടും. പേനയോ പൈസയോ ചെറിയ ഡയറിയോ പോക്കറ്റിലുണ്ടെങ്കിൽ അത് താഴെ ഇടും. മനഃപൂർവ്വം താഴെ ഇടും. പക്ഷെ അത് മുട്ടിൽ മേൽ നിന്നായിരിക്കും എടുക്കുന്നത്. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കത്താവേ,
ഈ ദേശത്ത് അങ്ങ് രക്തത്താൽ വില കൊടുത്തു വാങ്ങി. അങ്ങ് രക്തത്തിന്റെ വിലയാണ് ഈ ദേശം എന്നൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഗ്രാമത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ഈ ഗ്രാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഗ്രാമത്തിൽ അന്ന് ഞാൻ വരുമ്പോൾ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഈ കുഗ്രാമത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു. അന്നിവിടെ വരുമ്പോൾ ചില സഹോദരിമാരുടെ എനിക്ക് മുമ്പായി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അവരോട് ഉള്ള വിവരം. പക്ഷേ അതൊരു വലിയൊരു അനുഗ്രഹമായി തീർന്നു. അതിലൊരു ഹിന്ദു സഹോദരിയും ഒരു ക്രിസ്തീയ സഹോദരിയും അവരിങ്ങനെ നഴ്സിംഗിന്റെ ജോലിയിൽ ഏർപ്പെട്ടവരുടെ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. ആദ്യകാല പ്രവർത്തനങ്ങളിൽ അവരുടെ സഹായം വളരെ അനുഗ്രഹമായിരുന്നു. സഹോദരി ജോളി എന്നും സഹോദരി ഇന്ദിര ഗോപാൽ എന്നുമാണ് അവരുടെ പേര്. ദൈവം ആ പ്രിയപ്പെട്ടവർ, ഇന്ദിര ഗോപാൽ എന്ന് പറയുന്ന സഹോദരി തികച്ചും ഹിന്ദുവായിരുന്നു. അവർ പൂർണ്ണമായി കർത്താവിൽ വരുവാനും സ്നാനപ്പെടുത്തുവാനും തന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാനും ഗോപാലകൃഷ്ണപിള്ള രക്ഷിക്കപ്പെടുവാനും ഇന്ന് ഡൽഹിക്കടുത്തൊരു സ്ഥലത്ത് പ്രധാന വേലയിൽ അവരായിരിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടുത്തെ ഒന്ന് രണ്ട് കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഗ്രാമത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ഗ്രാമത്തിൽ ഇവിടെ ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ, പാവപ്പെട്ടവൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പണക്കാരും ഉന്നത ജാതിക്കാരും ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിൽക്കുകയോ അല്ലെങ്കിൽ കടയിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ, ഈ പാവപ്പെട്ടവൻ റോഡിലൂടെ കടന്നു പോകുമ്പോൾ അവനിങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു, ബാബുജി ആക്ക പയർ ചുവേ, യജമാനനെ അങ്ങനെ കാലിൽ തൊട്ട് വന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ഇത് സർവ്വസാധാരണ. എനിക്കത് മനസ്സിലായില്ല, ഇവരെന്താ അങ്ങനെ ചെയ്യുന്നുവെന്ന്. പിന്നെയാണ് മനസ്സിലായത്, ഉച്ചനീചത്തിന്റെ ഏറ്റവും ഉച്ചകോടിയാണ് ഈ ഉത്തർപ്രദേശ്. 2, പാവപ്പെട്ടവന്റെ വീട്ടിൽ ഉന്നതൻ പോയിരിക്കില്ല, അവിടെ പോകില്ല, അവിടെ വെള്ളം കുടിക്കത്തില്ല. ഇവിടെ വേല ആരംഭിച്ചപ്പോൾ 1-2 കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ഭാഷ പഠിക്കണം, ഇവിടുത്തെ സംസ്കാരം പഠിക്കണം, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ എന്താണ് ജനം എന്താണ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കണം. ദൈവമക്കളെ, ആദ്യമായി ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെ അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധം എത്രയോ ശ്രേഷ്ഠമാണ്. എത്രയോ 1000 നാവിനാൽ പറഞ്ഞാലും മതിവരാത്ത ആ നന്മകളാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും യേശു ആരാണെന്ന് അറിയത്തില്ല, യേശു എന്ന ശബ്ദം കേട്ടിട്ടില്ല, യേശു എന്ന വാക്ക് കേട്ടിട്ടില്ല, ഒരു സുവിശേഷ പ്രതി അവരെ കണ്ടിട്ടില്ല, ഒരു ന്യൂ ടെസ്റ്റമെന്റ് അവരെ കണ്ടിട്ടില്ല, ബൈബിൾ എന്താണെന്ന് അവർക്കറിയില്ല. ഒരിക്കലും ഒരു സഹോദരി ചോദിച്ചു, ആ സഹോദരി ഈ ഗ്രാമത്തിലുള്ള ഒരു അല്പവിദ്യാഭ്യാസമുള്ള സഹോദരി. ഞാൻ ചോദിച്ചു, സഹോദരി നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷിച്ചു. ഇദ്ദേഹത്തിന് ഇവരുടെ വീട്ടിൽ യേശു ഉണ്ടല്ലോ, ഇവർക്ക് അറിയാമല്ലോ, ഞാൻ വിഗ്രഹമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് സഹോദരി പറഞ്ഞത്, ഈസാ മസീഹ് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞ മറുപടി ഇതാണ്, ഉസാ മെഷീൻ തൊനയ്യേ, ഉസാ മെഷീൻ തയ്യൽ മെഷീൻ. അവർ വിചാരിച്ചു ഈസാ മസീഹ് എന്ന് പറഞ്ഞപ്പോൾ ഉസാ മെഷീൻ തയ്യൽ മെഷീൻ ആണെന്ന്. ഞാൻ അപ്പോഴും ചിന്തിച്ചു, ദൈവമേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന അരുമനാഥനെ കുറിച്ച് അറിയില്ല, ഇന്നോ ഇന്നലെയോ കമ്പനി നിർമ്മിച്ച ഉഷാ മെഷീനെ കുറിച്ച് അവർക്കറിയാം. സുവിശേഷം പറയാൻ ദൈവം ഇടയാക്കി തീർത്തു. ഒരിക്കലൊരു ഗ്രാമത്തിൽ ഒരു സഹോദരനോട് ചോദിച്ചു, സഹോദര നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ആ ബാബാജി ഇവിടെയല്ല താമസിക്കുന്നേ, അത് അപ്പുറത്തെ ഗ്രാമത്തിലാ. എന്തിനേറെ ദൈവക്കളെ, യേശു എന്ന വാക്കുകൾ, യേശു എന്ന ശബ്ദം കേട്ടിട്ടില്ല, യേശു എന്ന വാക്ക് കേട്ടിട്ടില്ല. ഇതെന്നെ വളരെ വേദനിപ്പിച്ചു. 2, ഏത് ഗ്രാമത്തിൽ പോയാലും ആ ഗ്രാമത്തിലെ ആചാരമെന്ന് പറയുന്നത്, ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും
ഇവിടത്തെ ഇന്നും ഉത്തർപ്രദേശിൽ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ ഏത് വീട്ടിൽ ചെന്നാലും അവരാദ്യം തരുന്നത് വെള്ളമായിരിക്കും. ചൂട് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ തരുന്ന സർവത്തായിരിക്കും. ഇതിവിടെ സർവ്വസാധാരണയാണ്. പക്ഷെ ഈ വെള്ളം കുടിക്കുന്നത്, ആ വെള്ളം കുടിച്ചാൽ മാത്രമേ, അവർ തരുന്ന വെള്ളം കുടിച്ചാൽ മാത്രമേ അവർ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ പാവപ്പെട്ടന്റെ വീട്ടിൽ പണക്കാരൻ പോയാലോ അല്ലെങ്കിൽ ഉന്നതൻ പോയി ഒരിക്കലും വെള്ളം കുടിക്കില്ല, അവിടെ വീട്ടിൽ പോയി ഇരിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരിക്കൽ ഒരു സഹോദരി വെള്ളം തന്നു. എന്നോട് ചോദിച്ചു, ബാബുജി പാനി പിയെങ്കെ, കാരണം ഈ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ ആ വീട്ടിൽ പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. വെള്ളം കുടിച്ചാൽ അവര് കരുതുന്നത് ഇതാണ്, ഇത് നമ്മുടെ ആളാ കേട്ടോ, അവർ നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു, അത് നമ്മുടെ ആളാ കേട്ടോ എന്നൊരു മനസ്സിൽ കരുതി നമ്മളെ അവർ സ്വീകരിക്കും. ഈ സഹോദരി പെട്ടെന്ന് സർവത്ത് കലക്കി, ചൂട് സമയമായിരുന്നു, സർവത്ത് ഇങ്ങനെ കലക്കി, കരിമ്പിന്റെ ജ്യൂസ് എല്ലാ ഗ്രാമങ്ങളിൽ ചൂട് സമയത്ത് അവർ ഈ സമയത്ത് ഇടിച്ച് പിഴിഞ്ഞ് കുറുക്കി വെച്ചിട്ടുണ്ടാകും. ഞാൻ നോക്കുമ്പോൾ ഈ സഹോദരി മനോഹരമായ രീതിയിൽ കൈയിട്ട് കലക്കി. ഞാൻ നോക്കിയപ്പോൾ അല്പസമയം കണ്ട അതിനകത്ത് മറ്റ് വേസ്റ്റുകൾ ഉണ്ടാകും. ഈ പ്രിയ സഹോദരി അരിപ്പ് നോക്കുമായിരുന്നു. തനിക്ക് അരിപ്പ് കിട്ടിയില്ല. തനിക്ക് കിട്ടിയത് തന്റെ സാരിയുടെ തുമ്പായിരുന്നു. ദൈവങ്ങളെ, ആ സാരിയുടെ തുമ്പിൽ അരിച്ച വെള്ളം കുടിപ്പാൻ ദൈവം കൃപ നൽകി. ഞാൻ പറയട്ടെ, ഇന്ന് ആ ഗ്രാമം ദൈവം തന്നു. ഏകദേശം 32 സ്നാനപ്പെട്ട ദൈവമക്കളെ ചക്ക് എന്ന് പറയുന്ന ഗ്രാമത്തെ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സ്ഥലത്ത് ഒരു ഗ്രാമിൽ ഞാൻ എത്തി, സൈക്കിളിൽ എത്തി. ആ ബാബ ഒരു മരടത്തിന് മൂട്ടിൽ ചായ തിളപ്പിക്കുകയായിരുന്നു. തന്റെ വീട് അടുത്തുണ്ട്, പക്ഷെ ഒരു വെളിയിലാണ് ആഹാരം വെക്കുന്നത്. ഈ ഗ്രാമത്തിലെ ആ ചെന്നോടെ ബാബ ചോദിച്ചു, ബാബുജി ചായ കുടിക്കുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കുടിക്കും. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്ത് കിട്ടിയാലും ഭക്ഷിക്കും, എന്ത് തന്നാലും കുടിക്കും. അങ്ങനെ ഈ ബാബാജി ചോദിച്ചു, വെള്ളം കുടിക്കുമോ, ചായ കുടിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, കുടിക്കും ബാബാജി, കുടിക്കും. അദ്ദേഹം പെട്ടെന്ന് ചായ ഇട്ടു, എനിക്ക് ചായ തന്നു. ഒരു ചെമ്പ് ഗ്ലാസ്സിലായിരുന്നു തന്നത്. കാരണം ചെമ്പ് ഗ്ലാസ്സിൽ അവിടെ ഗ്രാമത്തിൽ വരുന്ന നല്ല ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പാത്രമാണ്. ഈ ചെമ്പ് ഗ്ലാസ്സിൽ ചായ തന്നപ്പോഴാണ് മനസ്സിലായത്, ആ ചായക്കകത്ത് ഉപ്പ്, പഞ്ചസാരയ്ക്ക് വരെ അവർ ഉപയോഗിക്കുന്നതാണ് ശർക്കര വെള്ളം. അതിനകത്ത് മുളകിടും. തണുപ്പ് സമയത്ത് അവരിട്ട് കുടിക്കുന്ന സർവ്വസാധാരണയാണ്. പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നമ്മളെ സംബന്ധിച്ച് അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിൽ ആ ചായ കുടിച്ചു. പകുതി കുടിച്ച് ഇരുന്നപ്പോഴാണ് ആ ബാബാജി ഒരു മൊന്ത എടുത്തോണ്ട് വന്നു. ഈ മൊന്ത അവർ ഉപയോഗിക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് വെള്ളം കൊണ്ടുവരുന്നതിനും വെള്ളം കുടിക്കുന്നതിനും. 2, അതേ മൊന്ത തന്നെയാണ് ഇവർ വെളിയിൽ കൊണ്ടുപോകുന്നതും. 2-ന് വേണ്ടി. ഇത് വെളിയിൽ കൊണ്ടുപോയിട്ട് മണ്ണ് കൊണ്ട് ഇങ്ങനെ കഴുകിയിട്ട് വീണ്ടും അവർ ഉപയോഗിക്കും. അത് സർവ്വസാധാരണയാണ്. ഈ മൊന്തയ്ക്കകത്തുള്ള പാൽ വെച്ചിട്ടുണ്ട്. ഈ പാലിന്റെ പാട തന്റെ മനോഹരമായ കൈകൊണ്ട്, നീണ്ട നഖം അതുകൊണ്ട് ഇങ്ങനെ ചിരണ്ടി എന്റെ ഗ്ലാസിന്റെ വക്കി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ബാബുജി ഈ പാടയിട്ട് കുടിച്ചാലേ ചായക്ക് ടേസ്റ്റ് ഉള്ളെന്ന്. കർത്താവിന്റെ സ്തോത്രം. കുടിപ്പാൻ ദൈവം കൃപ നൽകി. ഇന്ന് ഭോജ്പുരി സംസാരിക്കുന്ന, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, ഏറ്റവും കൂടുതൽ ദശാംശം തരുന്ന ആ ഒരു ഭോജ്പുരി ഗ്രാമം ദൈവം തന്നു. ഏകദേശം 35ഓളം പേർ ഭോജ്പുരി സംസാരിക്കുന്ന ഗ്രാമം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഓരോ ഗ്രാമത്തിൽ പോയാലും യേശു ആരാണെന്ന് അറിയില്ല. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂട് സമയത്ത് നമ്മൾ ഗ്രാമത്തിൽ പോയാൽ നമുക്ക് ആ ഗ്രാമത്തിൽ അവർ നമ്മളെ സ്വീകരിക്കില്ല. ഒന്ന്, അവിടെ ചൂട് സമയത്ത് പാവപ്പെട്ടവർ വെറും ഒരു സാരി മാത്രമായിരിക്കും ധരിക്കുന്നത്. ബ്ലൗസ് അവർ ഇടത്തില്ല. കാരണം ചൂട് സമയം, കൊടും ചൂടായതുകൊണ്ടും
രണ്ടുപേരും വീട്ടിലിരിക്കുന്നതുകൊണ്ട് അപ്പോൾ പുറത്തുള്ള ഒരാളെ ഒരിക്കലും അവർ സ്വീകരിക്കില്ല. ഇനി സ്വീകരിക്കുന്നുവെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. ഇത് ഇവിടുത്തെ സർവ്വസാധാരണയാണ്. ഞാൻ ദൈവസ്ഥലിൽ തീരുമാനിച്ചു, ദൈവമേ, ഈ ഗ്രാമങ്ങളിൽ സുവിശേഷം പറയുവാൻ അങ്ങ് എനിക്കൊരു ദാസി തരണം. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഓരോ ഗ്രാമങ്ങളിലും സൈക്കിൾ ചവിട്ടി എത്രത്തോളം ട്രാക്ടർ കൊടുക്കാമോ ഓരോ ഗ്രാമത്തിലും ട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു പദം ഇതാണ്, ബാബുജി അന്ത് അൻപടഹേ, ഞങ്ങൾക്ക് പഠിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ പറയും, കുഴപ്പമില്ല, നിങ്ങളിത് വെച്ചേക്കൂ, നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളുടെ മക്കൾ പഠിക്കും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇത് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്, അവർ മേടിച്ചു വെക്കും. അങ്ങനെ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുകയുമേ, ഈ ഗ്രാമത്തിൽ സുവിശേഷം പറയുവാൻ അങ്ങൊരു ദാസിയെ തരണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ള ഒരു ദൈവാസി അങ്ങ് എനിക്ക് ഒരുക്കണം. ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു. അത് ഞാൻ ഇവിടെ യുപിയിൽ കാലുകുത്തുമ്പോൾ തന്നെ ദൈവസ്ഥലത്തെ തീരുമാനമാണ്, കർത്താവേ, കറണ്ടില്ലാത്ത, സ്കൂളില്ലാത്ത, ഡോക്ടറില്ലാത്ത, വാഹന സൗകര്യങ്ങളില്ലാത്ത ഈ ഗ്രാമത്തിൽ പ്രവർത്തിപ്പാൻ അങ്ങയുടെ ദാസിയെ തരണം. അങ്ങനെ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തി. ഞാൻ നാട്ടിലെത്തുമ്പോൾ ദൈവസ്ഥല ഒരു തീരുമാനമെടുത്തു. അത് യുപിയിൽ കാലുകുത്തിയപ്പോൾ തന്നെ എടുത്ത തീരുമാനമാണ്. ഞാൻ ദൈവസ്ഥല ഇങ്ങനെ തീരുമാനിച്ചു, ദൈവമേ, നോർത്തിൽ സുവിശേഷം പ്രവർത്തിപ്പാൻ അങ്ങൊരു ദാസിയെ തരണം. ആ ദാസിക്ക് 3 ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കാൻ, എന്നോടൊപ്പം പ്രവർത്തിക്കാൻ ദൈവം തരണം. അതെന്റെ തീരുമാനമായിരുന്നു. ഒന്നാമത്തെ തീരുമാനം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരിയുടെ കയ്യിൽ 5 പൈസ കാണാൻ പാടില്ല. രണ്ടാമത്തെ തീരുമാനം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരിക്ക് സ്വന്തമായി ഭൂമി ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ തീരുമാനം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരി സുവിശേഷ നിമിത്തം വീട് വിട്ടിറങ്ങിയതായിരിക്കണം. മക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു രാത്രി ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ 11 മണിക്ക് എൻ്റെ ലാസ്റ്റ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വരുന്ന ഒരു ബസ്സുണ്ട്. 10:30 ലാസ്റ്റ് വരുന്ന ബസ്. അവർ നടന്ന് അരമണിക്കൂറിന് വീട്ടിലെത്തി. 3 പേരുടെ വീട്ടിൽ രാത്രി ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കതക് തട്ടി വിളിച്ചിട്ട് അവരിരുന്നു. അവർക്ക് വെള്ളം കൊടുത്തു. അവരാദ്യമായി പറയുന്ന വാക്യതാണ്, ബ്രദറെ, ഒരു പെൺകുട്ടിയുണ്ട്, അവർക്ക് സ്വന്തമായി ഭൂമിയില്ല, കയ്യിൽ 5 പൈസയില്ല, സുവിശേഷത്തെ വീട് വിട്ടിറങ്ങിയവരാണ്. ഞാനെടുത്ത തീരുമാനം ആർക്കും അറിയില്ല. എന്റെ മാതാപിതാക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഒരിടത്ത് പോയി അങ്ങനെ ഒരു ശബ്ദമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എന്റെ രഹസ്യ പ്രാർത്ഥനയായിരുന്നു. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചത് സ്വർഗം കേട്ട് അന്ന് രാത്രി അവരുടെ വായുന്നത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിക്കുന്ന ദൈവമുണ്ട്. ഞാൻ പറഞ്ഞത് സ്വർഗം കേട്ടു. അന്ന് രാത്രി എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, എൻഗേജ്മെന്റ് കഴിഞ്ഞു കേട്ടോ, കല്യാണ ഡേറ്റ് കുറിക്കാൻ പറഞ്ഞു. അന്ന് രാത്രി കല്യാണ ഡേറ്റ് കുറിച്ചു. 8ാമത്തെ ദിവസം കല്യാണം. 60 ദൈവാസന്മാരുടെ കണ്ണുനീരിൽ കുതിർന്ന കാശായിരുന്നു എന്റെ വിവാഹത്തിന്റെ ചോറ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു ദൈവദാസിയെ ദൈവം ഒരുക്കി തന്നു. കഴിഞ്ഞ 30 വർഷമായി കുടുംബത്തോടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇത്തരത്തിൽ ഞങ്ങൾ കുടുംബത്തോടെ അവിടെ വരുവാനിടയായി തീർന്നു. ഒരിക്കൽ എന്റെ ഗ്രാമത്തിലൂടെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. എന്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ആ കുട്ടികൾ കൈയടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കൈ കൊട്ടിയിട്ട്, കാരണം എന്നെ അറിയാവുന്ന കുട്ടികളുണ്ട്, അതിൽ മുതിർന്നവരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂയി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതോ ദേക്കടെ, അതാ നോക്കൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുന്നു. കർത്താവിന് സ്തോത്രം.
ഒരിക്കൽ ഞാൻ എന്റെ ഗ്രാമത്തിൽ UP-യിൽ ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടികളിങ്ങനെ പാടത്ത് കതിര് പറക്കുന്നു. ഇന്നും കുട്ടികൾ കൊയ്തതിന് ശേഷം കതിര് പറക്കും. അന്ന് കൂടുതലായിരുന്നു. കുട്ടികൾ ഇങ്ങനെ കതിര് പറക്കുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ, ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികളെ കൂട്ടം കൂട്ടമായി എന്നെ ഇങ്ങനെ ഒരുമിച്ച് വിളിച്ചു, മൊട്ടത്തലയാന്ന്. എനിക്ക് വലിയ സന്തോഷമായി. കഥാവേ, അങ്ങ് തന്ന സൗന്ദര്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾ വിളിച്ചോടെ എത്ര സന്തോഷം കർത്താവേ. ഞാൻ അവിടെ മാറി നിന്നിട്ട് അങ്ങ് അകലെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 10 രൂപയുടെ മിഠായി മേടിച്ചു. ഈ മിഠായി മേടിച്ച് പിള്ളേരെല്ലാം കൈകൊട്ടി വിളിച്ചു. അപ്പൊ അടുത്തൊരു കുട്ടി അപ്പൊ മറ്റു കുട്ടികളെല്ലാം വന്നില്ല. അപ്പൊ ഈ കുട്ടികൾ കൂടെ ഇവർ രണ്ടുപേരും നിന്നുകൊണ്ട് അവരെ വിളിച്ചിട്ട് ഇവർക്ക് മിഠായി കൊടുത്തിട്ട് ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ചു. ഇത് കണ്ടുന്ന മറ്റു കുട്ടികളെല്ലാം ഓടിക്കൂടി. എന്നെ ആരൊക്കെ മൊട്ടത്തലയെന്ന് വിളിച്ചോ അവരെല്ലാം ഓടിക്കൂടി. അവർക്ക് ഞാൻ ആക്ഷൻ സോങ് പഠിപ്പാനിടയായി തീർന്നു. എന്നിട്ട് ഹല്ലേലൂയ പഠിപ്പിച്ചു. ഹല്ലേലൂയ പഠിപ്പിച്ചപ്പോൾ ഇന്ന് ഞാൻ ഗ്രാമത്തിൽ പോകുമ്പോൾ ഇന്നും എന്റെ പേര് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അവരൊന്ന് വലുതായി. അവരെന്നെ കാണുമ്പോൾ വിളിക്കുന്നത്, എവിടെ വെച്ച് കണ്ടാലും പറയുന്നത് ഹല്ലേലൂയ എന്ന. അവർക്ക് ആ ഒരു പേര് മാത്രമേ അറിയൂ. ഇന്ന് ആ ഗ്രാമം ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ അങ്ങനെ എന്റെ ഗ്രാമത്തിൽ ഭിക്ഷക്കാരുടെ ഗ്രാമം കൂടുതലാണ്. ഇവിടെ ഭിക്ഷക്കാർ താമസിക്കുന്ന ഒരു പ്രത്യേക ഗ്രാമങ്ങളുണ്ട്. ഞാൻ ആ ഗ്രാമത്തിൽ മഹോത്ത് എന്ന് പറയുന്ന പ്രത്യേക ജാതിക്കാരാണ്. അവർ ഭിക്ഷാടനം മാത്രമാണ് അവരുടെ തൊഴിൽ. മറ്റൊരു ജോലിക്കും അവർ പോകില്ല. സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് മറ്റുള്ള വീടുകളിൽ ചാടാൻ മാറാനും അവിടെ പറമ്പിൽ വീടിന് വൃത്തിയാക്കാൻ പോകും. പുരുഷന്മാർ കറുത്ത വസ്ത്രവും ചുമന്ന വസ്ത്രവും ഇട്ടുകൊണ്ട് ഇവർ ഭിക്ഷാടനത്തിന് പോകും. ഞാനിവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് എത്തി. ഇവർക്ക് കൂട്ടം കൂടുവാൻ മിഠായി മേടിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഈ 10-100 കുട്ടികൾ ഇങ്ങനെ കൂടും. ഞാനിങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് ഒരു വചനം പഠിപ്പിക്കും, ഒരു ആക്ഷൻ സോങ് പഠിപ്പിക്കും, ഒരു കഥ പറയും. ഇതൊരു 10-30 മിനിറ്റിനുള്ളിൽ തീർക്കും. രണ്ടാമത്തെ ദിവസം വീണ്ടും ഞാൻ പിറ്റേ ആഴ്ചയിൽ അവിടെ ചെന്നു. ഏകദേശം 100ഓളം കുട്ടികൾ എല്ലാവരും ഇരിക്കാൻ തുടങ്ങി. ഇവർക്ക് പകുതിയിൽ വസ്ത്രമില്ല, ഭിക്ഷക്കാരുടെ പിള്ളേരാ. പക്ഷെ ഇവിടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരുവൻ എന്ത് പറഞ്ഞാൽ അതെല്ലാം ചെയ്യും. ഞാൻ ഈ പാട്ടെല്ലാം പഠിപ്പിച്ച അവസാനം തീരാറായി. മിഠായി കൊടുത്ത് തീർന്നു. ബാക്കിൽ ഒരുത്തൻ ഇങ്ങനെ വലിച്ചു പറഞ്ഞു, എറിയടാ അവനെ എന്ന് പറഞ്ഞു. ഈ കുട്ടികളെല്ലാം എന്നെ കല്ലെടുത്തെറിഞ്ഞു, എന്നെ ഓടിച്ചു. ഞാൻ പ്രാണം കണ്ട് അവിടെ നിന്ന് ഓടി. പക്ഷേ അവരെറിഞ്ഞ ഏറി എനിക്ക് കൊണ്ടില്ല. ഒരു മതിലിന്റെ മറുവിൽ ഞാൻ നിന്നതുകൊണ്ട് ആ എറി കൊണ്ടത് അവരിൽ ഒരു കുട്ടിയുടെ മേലിലായിരുന്നു. അവന്റെ തല മുറിഞ്ഞു. പിറ്റേന്ന് ഞാൻ അവനെ തേടി ചെന്നു. ആ കുട്ടിയെ തേടി ചെന്നിട്ട് അവന് മരുന്നെല്ലാം വെച്ച് അവനെ ചികിത്സിച്ചു. ദൈവം ചെയ്ത പരിപാടി, ആ ഗ്രാമത്തിൽ നല്ലൊരു പ്രവർത്തന ദൈവം തന്നു. ഇന്ന് ആ ഗ്രാമത്തിൽ മിഷണറി ആയിട്ട് ചില കുടുംബത്തെ ദൈവം തന്നു. സ്വർഗത്തിലെ ദൈവം എത്രയോ നല്ലവൻ. അങ്ങനെ ഓരോ ഗ്രാമത്തിൽ പോയാലും യേശു ആരാണെന്ന് എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായത്, അവരെല്ലാം യേശുവിനെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നവരാ. സുവിശേഷം കേട്ടിട്ടില്ലായെങ്കിലും, സുവിശേഷ പ്രതി കണ്ടിട്ടില്ലായെങ്കിലും സത്യദൈവത്തെ അറിയുവാനുള്ള താല്പര്യം അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓരോ ഗ്രാമത്തിലും ഞാൻ പോയി ആദ്യം സൺഡേ സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മാൻപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. ദൈവം ആ ഗ്രാമത്തെ തന്നു. ആ ഗ്രാമത്തെ തന്നത് ഇപ്രകാരമായിരുന്നു. ഒരു വീട്ടിൽ
ബൈബിൾ കൊടുത്തു, ട്രാക്ടർ കൊടുത്തു പോയപ്പോൾ ഒരു കുട്ടി വളരെ ആകാംക്ഷയോടെ അത് വായിച്ചു. ആ കുട്ടി നമ്മുടെ വീട്ടിൽ വിളിച്ചു. അവിടെ ചെറിയ മീറ്റിംഗ് നടത്തി. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളരെ താല്പര്യം പറഞ്ഞു. കാരണം പെൺപിള്ളേരെ പഠിപ്പിക്കാറില്ല. ദൈവമക്കളെ, നോർത്ത് ഇന്ത്യയിൽ പെൺപിള്ളേരെ പഠിപ്പിക്കാറില്ല. പെൺപിള്ളേർക്ക് ഒരു വീട്ടിൽ പെൺകുട്ടികൾ മാത്രം ജനിച്ചാൽ ആ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കാറില്ല. ആ വീട്ടിൽ നിന്ന് പുരുഷന്മാർ വിവാഹം കാരണം ഈ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അവർക്ക് പെൺകുട്ടിയെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള ഒരു പൈശാചിക ചിന്ത. അപ്പൊ ഈ പെൺകുട്ടി അവൾ 8ാം ക്ലാസ് പഠിച്ചിട്ട് പറഞ്ഞു, അങ്കിൾജി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 8ാം ക്ലാസ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നീ പഠിക്കും, പാസ്സാകും. നീ ഈ വേദപുസ്തകം വായിക്കണം, ദൈവം തന്നെ അനുഗ്രഹിക്കും, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആ വീട് സ്വാധീനമായി അവിടെ വേല ആരംഭിച്ചു. അവൾ അങ്ങനെ ചില ദിവസങ്ങൾക്ക് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഈ കുട്ടി 8ാം ക്ലാസ് പാസ്സായി. വലിയ അനുഗ്രഹമായി, വലിയ സന്തോഷമായി. ഈ പെൺകുട്ടി അപ്പോൾ ആ ഗ്രാമത്തിൽ പോയിട്ട് ചില മാസങ്ങളായി. ആദ്യമായി പോയത്, അതിനുശേഷമാണ് അവിടെ വേല തുടങ്ങിയത്. ഈ കുട്ടി ഒരു എഴുത്തെഴുതി. കാരണം ആ പെൺകുട്ടിക്ക് എന്റെ ഗ്രാമത്തിൽ ഞാൻ താമസിച്ച സ്ഥലത്ത് വരാനൊക്കത്തില്ല. ഈ പെൺകുട്ടി ഒരു എഴുത്തെഴുതി. പോസ്റ്റ്മാൻ എന്റെ വീട്ടിൽ കൊണ്ട് എഴുത്ത് തന്നു. ആ എഴുത്ത് പോസ്റ്റ്മാൻ എന്റെ വീട്ടിൽ കൊണ്ട് തന്നു. ഞാൻ അഡ്രസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ആ അഡ്രസ് എഴുതിയിരിക്കുന്നത് ഈസാ മസി, ബീരാക്കീരി, ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തു, എന്റെ സ്ഥലം ബീരാക്കീരി എന്നാണ്. പോസ്റ്റ്മാന് മനസ്സിലായി ഒരു ഈസാ മസി അവിടെ താമസിക്കുന്നെന്ന്. അങ്ങനെ ആ എഴുത്തെഴുപ്പാൻ ഇടയാക്കി തീർത്തു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പ്രവർത്തനത്തിന് പോയി. ഈ സമയം ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു. കർത്താവ് ഓരോ ഗ്രാമത്തിലും പ്രവർത്തനങ്ങൾ ഇങ്ങനെ ദൈവം അത്ഭുതമായി ഓരോ ദിവസം നടത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 9 വർഷം, ആദ്യ സ്റ്റാർട്ടിങ്ങിലുള്ള 9 വർഷം വരെ അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുടെ ഘട്ടമായിരുന്നു. ആരും വരാറില്ലായിരുന്നു, ആരും തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എത്രയോ പ്രാവശ്യം, ഒരിക്കൽ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ചന്തയുള്ളത്. അന്ന് സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം കിട്ടുകയുള്ളൂ. ഏത് മലക്കറി ആയാലും മറ്റേത് സാധനമായാലും. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടിയും. അങ്ങനെ ഈ ചന്തയിൽ പോയി. അന്ന് ഈ ചന്തയിൽ പോകാൻ സമയത്ത് എന്റെ മകൾ ഇങ്ങനെ പറഞ്ഞു. അന്ന് മകൾ തന്നു, പപ്പാജി മീറ്റിലേക്ക് റാന. എന്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ചന്ത ദിവസങ്ങളിൽ അവരൊക്കെ ജോലിക്കുള്ളവരാണ്. അവരിങ്ങനെ ഭക്ഷണ സാധനം മീറ്റൊക്കെ മേടിക്കും. ഈ കുഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് കയ്യിൽ 5 പൈസയില്ല. ഞാൻ വീട് മുതൽ ചന്ത വരെ കരഞ്ഞു, ചന്ത മുതൽ വീട് വരെ കരഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു സഹോദരൻ ചന്തയിൽ വന്നു, ഞാൻ പോകുന്ന ഗ്രാമത്തിലെ. അന്ന് അവന് അല്പം 1 കിലോ ഇറച്ചി മേടിച്ചിട്ട് അല്പ സാധനം മേടിച്ചപ്പോൾ അവർ വലിയൊരു വെപ്രാളം, പാസ്റ്റർക്ക് കൊണ്ടുകൊടുക്കുക. ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പ്രിയ സഹോദരി മീറ്റ് വെക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, ആര് കൊണ്ട് തന്നു? അത് ഇന്ന സഹോദരൻ കൊണ്ട് തന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, കാക്ക് കുഞ്ഞിന് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം എന്റെ മകൾ ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചി നൽകുവാൻ ദൈവം വിശ്വസ്തനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഗ്രാമത്തിൽ
സ്കൂളില്ല എന്ന്. ഞാൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ചില പഞ്ചാബികൾ എന്നെ സമീപിച്ചു. അവരിങ്ങനെ പറഞ്ഞു, ബാബുജി, നിങ്ങൾ ഇംഗ്ലീഷുകാർ, നിങ്ങൾക്കൊക്കെ നല്ലവണ്ണം ഇംഗ്ലീഷ് അറിയാം, ഒരു സ്കൂൾ ഇടണം ഇവിടെ. എനിക്ക് വലിയ സന്തോഷമായി. ലക്ഷങ്ങൾ അവർ വാഗ്ദാനം ചെയ്തു. 1/2 ഏക്കർ ഭൂമിയിൽ കൂടുതൽ നിങ്ങളുടെ സ്വന്തമായി എഴുതി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ച ഉപവാസമെടുത്ത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. സുവിശേഷ വേലയ്ക്ക് വന്ന എനിക്ക് കർത്താവെ, ഇങ്ങനെ അവസരം ലഭിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ സന്തോഷിച്ചു. വലിയ തീരുമാനം ഇതായിരുന്നു, ദൈവമേ, സുവിശേഷ വേലയ്ക്ക് വന്ന ഞാൻ ഇവിടെ സ്കൂൾ ഇടണമോ സുവിശേഷ പ്രവർത്തനം ചെയ്യണമോ? 3-ാമത്തെ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ തീയെത്തി. ഈ കുഗ്രാമം യേശുവിനെ അറിയാതെ കിടക്കുമ്പോൾ ഈ സിസ്റ്റായിസ് ആർക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കുന്നത്? ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, സ്കൂളിടേണ്ടവർ സ്കൂൾ ഇട്ടോട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാനത് ചെയ്യും. ഈ പരിപാടിക്ക് ഞാനില്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്കൂളില്ല എന്ന്. ഒരിക്കൽ എന്റെ ഭാര്യ സഹോദരി കരയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നേ? അതിവിടെ സ്കൂൾ, നമ്മുടെ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കും. വീട്ടിൽ നിന്ന് ചാക്ക് കൊണ്ടുവരണം. ആ ചാക്കിലിരുന്നാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഒരു സ്ലേറ്റ് ഉണ്ട്. ആ സ്ലേറ്റ് ആ കുട്ടികൾ കയ്യിൽ ഇങ്ങനെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. കുപ്പിയിൽ ഇങ്ങനെ ചുണ്ണാമ്പ് വെള്ളം, അതിൽ മുള ഇങ്ങനെ വെട്ടി, ചെറിയ കമ്പ് പോലെ വെട്ടി ഇതിട്ടുകൊണ്ടാണ് ഇതുകൊണ്ട് ആ കുട്ടികൾ എഴുതുന്നത്. തറയിലിരിക്കണം, ചുണ്ണാമ്പിൽ മുക്കി ഓരോന്ന് ഇതിങ്ങനെ എഴുതണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പഠിച്ചാൽ, അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു പഠിക്കുന്നുവെങ്കിൽ, ദൈവം അവൾക്കൊരു ഭാവി ഒരുക്കിയിട്ടുണ്ട്, അതൊരിക്കലും കുറയത്തില്ല. ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്, അതൊരിക്കലും കുറഞ്ഞു പോകില്ല. ദൈവമക്കളെ, സംഭവിച്ചെന്നറിയാമോ? ദൈവം എത്രയോ നല്ലതെന്നറിയാമോ? ആ മകളുണ്ടല്ലോ, അവൾ MSW പഠിച്ചു, MPhil പഠിച്ചു, PhD പഠിച്ചു. PhD പഠിച്ച് അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ വിവാഹത്തിന് കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി. ദൈവം ഒരുക്കിയ നന്മ. ആ മകൾ ഇന്ന് ആസ്ട്രേലിയയില. ഗ്രാമത്തിൽ വേല ചെയ്താൽ, ആരുമില്ലാത്ത സ്ഥലത്ത് വേല ചെയ്താൽ ദൈവം മക്കളെ പഠിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം അവർ ആഹാരം തന്നത്, ഗ്രാമത്തിലെ ആളുകൾ ആഹാരം തരുന്നത്, ദൈവമക്കളെ, നമ്മൾ പ്രൈസ് ദി ലോർഡ്, എങ്ങനെ പറയാനാണ്? ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഞാൻ 24 വർഷം കള്ളം പറഞ്ഞു. 24 വർഷം ഞാൻ അവിടെ ചെല്ലും, അവരെ കാണും, കൈകൂപ്പും, ബാബുജി ബാബുജി എന്ന് വിളിക്കും. പക്ഷെ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ പറയും, അവര് പറയുന്നതാണ്, ബാബുജി ഖാന കായേ. ഞാൻ കഴിക്കാമെന്ന് പറയും. ഞാൻ കഴിച്ചില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഇന്ന് എന്നെ തന്നെ കൊന്നിട്ടേ ഉള്ളൂ കാര്യം. ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ അവിടെ പാത്രം നോക്കിയപ്പോൾ ആ പാത്രത്തിന് 4 വെക്കും 4-5 പൊട്ടിക്കീറി. ഈ പ്രിയ സഹോദരി ഊരക്കിടന്ന പാത്രം എടുത്തോണ്ടിട്ട് തന്റെ മനോഹരമായ ഉടുത്തിരുന്ന സാരിയോട് തന്നെ തുടച്ചു. പാത്രത്തിൽ തന്ന ആഹാരം കോഴിയുടെ കുടലുണ്ട്, കോഴിയുടെ കാലുണ്ട്, കോഴിയുടെ തലയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഇന്നും ഈ ഗ്രാമത്തിൽ ഈ ഭിക്ഷക്കാർ ചന്തയിൽ പോകുമ്പോൾ അവിടെ വലിച്ചിടുന്ന കോഴിയുടെ കുടലും മീനിന്റെ കുടലും ഇവർ മേടിച്ചുകൊണ്ട് വന്നിട്ട് പാകം ചെയ്യും. നമ്മൾ ചെല്ലുമ്പോഴതാണ് ചോദിക്കുന്നത്, ബാബുജി ഖാന കൈ എന്ന്. കൃപയാൽ ഇന്ന് ആ ഗ്രാമത്തെ ദൈവം തന്നു, വിശ്വാസികളെ ദൈവം തന്നു. അവിടെ ഇന്ന് 2 ആരാധനയുണ്ട്. കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ഓരോ ഗ്രാമത്തിലും പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടറില്ല എന്ന്. ഡോക്ടറില്ലാത്ത സ്ഥലത്ത് ദൈവം ചെയ്ത അത്ഭുതം.
എന്റെ ഭാര്യ ഗർഭിണിയായി 4 മാസമായി ബ്ലീഡിങ് തുടങ്ങി. ഡോക്ടർ ഇല്ലാത്ത സ്ഥാനത്ത് വേല ചെയ്താൽ സ്വർഗം കൂടെ ഇരുന്ന് ഡോക്ടറായി പ്രവർത്തിക്കും. ശക്തമായ ബ്ലീഡിങ്. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ ഡോക്ടർമാരില്ല. എന്റെ ചർച്ചിൽ 4 ഡോക്ടർമാരുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് അറിയില്ല. ഞാൻ നോർത്ത് ഇന്ത്യ വന്നവർക്ക് അത് മനസ്സിലാകും. 4ാം ക്ലാസ്, 8ാം ക്ലാസ്, 6ാം ക്ലാസ് പഠിച്ചവരാ ഡോക്ടർ. ഇന്നും ഗ്രാമങ്ങളിൽ, ഉത്തർപ്രദേശിൽ ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ 8ഉം 10ഉം 15ഉം മരുന്നുകൾ പഠിച്ചിട്ട് കുഗ്രാമങ്ങളിൽ ഇന്നാണ് അവിടുത്തെ ഡോക്ടർ. ഇന്നും ഗ്രാമങ്ങളിൽ ഡോക്ടർമാരില്ല. ഞാൻ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ഡോക്ടർ ഇല്ല. ഇന്ന് ഡോക്ടർമാരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 4 മാസമായപ്പോൾ ശക്തമായ ബ്ലീഡിങ് തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഞാൻ താമസിച്ച സ്ഥലത്ത് 15 കിലോമീറ്റർ മാറി പലിയക്കലാൻ, നേപ്പാളിന്റെ ബോർഡറിന് അടുത്തുള്ള ആ ഗ്രാമത്തിൽ ഡോക്ടറുണ്ട്. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, 1 പ്രാവശ്യം കാണിച്ചു, 2 പ്രാവശ്യം കാണിച്ചു. 3ാമത്തെ പ്രാവശ്യം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്ലാസിന്റെ പ്രീവിയാണ്, അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. കാരണം കൊച്ചു ലഭിക്കില്ല, ശക്തമായ ബ്ലീഡിങ്, ശരീരത്തിൽ ബ്ലഡ് ഇല്ല, കാരണം കഴിക്കാൻ നല്ല ആഹാരമില്ല, മറ്റൊരു സൗകര്യങ്ങളില്ല. ഈ പ്രിയ സഹോദരിക്ക് ക്ഷീണതയായി. ഡോക്ടർ പറഞ്ഞ അബോർഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കുഞ്ഞ് ലഭിക്കില്ല. ഇനി ലഭിച്ചാൽ ആ കുഞ്ഞ് അംഗഹീനമുള്ള കുഞ്ഞായിരിക്കും. എന്നിട്ട് ഡോക്ടറെ അവസാനം പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ, ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഡോക്ടർ ഒരു കാര്യം അഡ്വൈസ് ചെയ്തു. കാല് മുകളിലും തല കീഴായി, താഴത്തെ ഭാഗം ഏകദേശം 3 അടി പൊക്കത്തിലും തല 3 അടി താഴെയിലും വെച്ച് കടത്തുവാൻ പറഞ്ഞു. 7 മാസം വരെ ദൈവദാസി ശുശ്രൂഷ ദൈവം കൃപ നൽകി. ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഒരു പകുതി കുഞ്ഞിനെ കിട്ടിയാലും ഞാൻ ഈ അബോർഷൻ ചെയ്യത്തില്ല. ദൈവം എനിക്കൊരു പകുതി കുഞ്ഞാണ് തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ വളർത്തും, പക്ഷെ ഈ അപരാധം ഞാൻ ചെയ്യത്തില്ല. 7 മാസമായപ്പോൾ ശക്തമായ ബ്ലീഡിങ്. എടുത്തോണ്ട് കിടത്തണം, എടുത്തോണ്ടിരുത്തണം, ആഹാരം വാരിക്കൊടുക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ ബ്ലീഡിങ്. ശരീരത്തിൽ കഴിക്കുവാൻ ആഹാരമില്ല, വേണ്ട ഒരു സൗകര്യങ്ങളില്ല, ഒരു ചെറിയ റൂം മാത്രം. നമുക്ക് 7ാമത്തെ മാസമായപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 200 കിലോമീറ്റർ മാറി ബറേലി എന്ന സ്ഥലത്ത് തീവണ്ടി, കൽക്കരി വണ്ടിയാണെന്നോ. കേരളത്തിൽ കൽക്കരി വണ്ടി ഇല്ല, കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ 5 വർഷം വരെ കൽക്കരി വണ്ടിയായിരുന്നു. ആ കൽക്കരി വണ്ടിയിൽ കിടത്തി ബറേലിയിൽ എത്തിച്ചു. 7.5 മാസമായപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ എടുത്ത്. അന്ന് ഞാൻ അവിടെ ഇല്ല. ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ബ്രദറെ, പാസ്റ്ററെ പൈസ കൊണ്ടുവരണം. ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ എടുത്തു. കൊച്ചിന് വേറൊരു ആശുപത്രിയിൽ, സഹോദരി വേറൊരു ആശുപത്രിയിലാണ്. എന്നെങ്കിൽ 5 പൈസ ദൈവക്കളെ. അന്ന് മണിക്കൂറുകളോളം എന്നെ റൂമിലിരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് കയ്യിൽ പൈസയില്ല, അല്പ പൈസ എവിടുന്നോ എന്തോ ചുരുക്കം ചില പൈസ കയ്യിലുണ്ടായിരുന്നു. ഈ പൈസ എടുത്തുകൊണ്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ആദ്യം കൊച്ചിനെ പോയി കണ്ടു, സഹോദരി കണ്ട് കൗണ്ടറിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, എത്ര രൂപയായെന്ന്. എനിക്കറിയില്ല എങ്ങനെ കൊടുക്കണമെന്ന്. സംഭവിച്ചെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം ആ കൗണ്ടറിലെ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, അയ്യോ സാറേ, ഇന്നലെ രാത്രി 2 പേരും കൂടെ വന്ന് നിങ്ങളുടെ പൈസ മൊത്തം പേ ചെയ്തിട്ട് അവർ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും വേണ്ടിയില്ല. പുറത്തിറങ്ങിയിട്ട് ബെഞ്ചിലിരുന്നിട്ട്, ദൈവമേ നീ എത്ര വിശ്വസ്തനാണ്. ഡോക്ടർ ഇല്ലാത്ത നാട്ടിൽ പോയി വേല ചെയ്താൽ അങ്ങെല്ലാം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവമക്കളെ, ഇന്ന്
ഞാൻ നേരത്തെ പറഞ്ഞ ആ മകളാണ് ഡോക്ടർ കിട്ടത്തില്ല എന്ന് പറഞ്ഞ, ഡോക്ടർ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ കുഞ്ഞ്, അംഗഹീനമായി ലഭിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞാണ് എന്ന് ആസ്ട്രേലിയയിൽ ഇരിക്കുന്നത്. ദൈവത്തിന് വിശ്വസ്തനാണ്. ഓരോ ഗ്രാമങ്ങളിലും അങ്ങനെ 9 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് കഥാദാസന്മാർ വരാൻ തുടങ്ങി. ഞാൻ നാട്ടിൽ പോയി സാക്ഷ്യം പറഞ്ഞു. ഇവിടത്തെ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഈ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരിക്കൽ നാട്ടിൽ പോയി എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, തിരുവനന്തപുരം ഉള്ള ലിസി സിസ്റ്ററാണ്. ആ സഹോദരി, ആ ദൈവാസി മനസ്സിലിങ്ങനെ പറഞ്ഞു, ഈ പാസ്റ്റർ പറഞ്ഞ സത്യമാണെങ്കിൽ അവിടെ എനിക്കൊന്ന് പോകണം. അങ്ങനെ ഒരു ദിവസം അവർ ഈ ഗ്രാമത്തിൽ വരുവാനിടയായി തീർന്നു. ഈ ഗ്രാമത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ടീം പ്രവർത്തനം തുടങ്ങി. അന്ന് ചില ദൈവാസ്മാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രവർത്തിച്ച് അന്ന് അമ്മമ്മയുടെ കൂടെ ഒരു കഥാനാസനം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശുഭ പി മാത്യു എന്നാണ്. അദ്ദേഹം ഡൽഹി പ്രവർത്തിച്ചു, നാട്ടിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ എല്ലായിടും പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി പ്രവർത്തന സ്ഥലമില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നു. 1 മാസം കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. സംഭവിച്ചെന്നാന്നറിയാമോ? നാട്ടിൽ പോയിട്ട് അദ്ദേഹം തന്റെ ഭാര്യയുടെ വസ്തു വിറ്റ് 10ാം ക്ലാസ് പഠിച്ച മകന്റെ പഠനം നിർത്തി. ഇന്ന് ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരം മാറി ഒരു കുഗ്രാമത്തിൽ കർത്താവിന് വേല ചെയ്യുന്നു. ആ ദൈവാസൻ ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പേ ചില മാസങ്ങളോളം ജയിലിൽ പോകാനിടയായി തീർന്നു. ഇന്ന് ശക്തമായി കർത്താവിന്റെ വേലയിൽ ആ ശുഭൂപ്പി മാത്രമേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോയുവോ ആ ഗ്രാമങ്ങളിലെല്ലാം ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. ഒരിക്കലൊരു ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിൽ ഥാറൂസ് എന്ന് പറയുന്ന ഗോത്രവർഗക്കാരാണ്. ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഞങ്ങൾ ബൈബിൾ കൊടുത്തപ്പോൾ, സുവിശേഷ പ്രതി കൊടുത്തപ്പോൾ ഏകദേശം ഒരു 50 ട്രാക്റ്റാണ് കൊണ്ടുപോയത്. ഒരു ട്രാക്റ്റ് പോലും ആരും മേടിച്ചില്ല. ഈ ആദിവാസികൾ പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അവരുടെ മക്കൾ വായിക്കുന്നു പറഞ്ഞിട്ട് അതുപോലെ അവർ മേടിച്ചില്ല. അവസാനം ഒരൊറ്റ ബസ്സാണ് പോകുന്നത്. വൈകുന്നേരം ആവശ്യം തിരിച്ചു വരണം. ഇങ്ങനെ നേപ്പാളിന്റെ ബോർഡറിൽ ആ ഉൾവനത്തിലാണ് ഈ ഗ്രാമം. ഒരിക്കൽ ചെന്നപ്പോൾ അവരവസാനം, സാറ് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമോ എന്ന് ചോദിച്ചു. കാരണം ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലില്ല, ചായക്കടയില്ല, മറ്റൊന്നും തന്നെ ഇല്ല. ഗ്രാമക്കാരെന്തെങ്കിലും തരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആഹാരം കഴിക്കും. അവർ പെട്ടെന്ന് ചോറുണ്ടാക്കി. അന്ന് കർത്താവിന്റെ വേലയിൽ ചെന്ന പാസ്റ്റർ എം ജി ഡാനിയൽ ആ ആദിവാസിയുടെ പ്രവർത്തിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ചോറ് തന്നു. ഒരു വലിയ പാത്രത്തിൽ കട്ടച്ചോറ് 3 ഉരുള ചോറ് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ അതിന് പുറത്ത് 3 മീന്. ചികള കളഞ്ഞിട്ടില്ല, അതിന് പുറത്തുള്ളതൊന്നും കളഞ്ഞിട്ടില്ല, ഉള്ളിലുള്ളതൊന്നും കളഞ്ഞിട്ടില്ല. അതുപോലെ മുഴുവനായിട്ട് വേവിച്ച്, വെള്ളത്തിൽ വേവിച്ചതുപോലെ വെച്ചു. എന്റെ കൂടെ ദൈവാസം ചോദിച്ചു, സഹോദരി മുളകുണ്ടോ എന്ന് ചോദിച്ചു. ആര് പറഞ്ഞു, അയ്യോ സാറേ ഇല്ല. എൻ്റെ ഒരു സ്വഭാവമുണ്ട്, എന്ത് കഴിച്ചാലും വളരെ ബുദ്ധിമുട്ടി അത് കഴിച്ചു. ഞാൻ അവസാനം ഇങ്ങനെ പറഞ്ഞു തീരാ സമയത്ത്, സഹോദരി മീൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി, കാരണം സാധാരണ അങ്ങനെ പറയുന്നതിന് എനിക്കൊരു സ്വഭാവമുണ്ട്. ഇത് കേട്ട പാടി പ്രിയ സഹോദരി വീണ്ടും വന്നു 3 മീനോട് ചോറിന്റെ പുറത്തിട്ട് ആ പാത്രത്തിലിട്ടു. അപ്പോൾ പാസ് പറഞ്ഞു, പറ ഇനിയും പറ. കർത്താവിന് സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് 40-ൽ പരം ദൈവാസന്മാർ ആ ഗ്രാമത്തിൽ കർത്താവിന് വേല ചെയ്യുന്നു. പല ഡിനോമിനേഷനുള്ള ദൈവാസന്മാർ ഇന്ന് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുന്ന ചില പ്രിയപ്പെട്ടവർ നമുക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ ഒരിക്കൽ ഒരു സഹോദരൻ പ്രേക്ഷണ സമയത്തെ ഞാൻ മുന്നിൽ കണ്ടോടെ പെട്ടെന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പഞ്ചാബി സഹോദരൻ കർത്താവിലേക്ക് വന്നു. ഹാപ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പ്രിയ സഹോദരന് 5 പേരുടെ സ്നാനപ്പെട്ടത് മുസ്ലിമുണ്ട്. തന്റെ കൂട്ടുകാരെ മുസ്ലിം സ്നാനപ്പെട്ടു, താൻ സ്നാനപ്പെട്ടു, മറ്റു 2 പേര് മറ്റു 3 പേര് സ്നാനപ്പെട്ടു. അവരെല്ലാം ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി 1 മണിയായപ്പോൾ ഈ പഞ്ചാബി സഹോദരന്റെ മാതാപിതാവും ഞങ്ങളുടെ കഥകൾ മുട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർജി, നാളെ മുതൽ എന്റെ മകനെങ്കിലും വീട്ടിൽ വരുത്തരുത്. ചെന്തു പറ്റി, നിങ്ങളെ നാളെ രാവിലെ വെടിവെക്കുമെന്ന് ചില കൂട്ടർ തയ്യാറായിരിക്കുകയാണ്. അവർ പറഞ്ഞത് എങ്ങനെയാണ്? പാതിരി സാബിനെ വെടിവെക്കും, പക്ഷെ ഉന്നന്മാര് നിങ്ങളുടെ മകന്റെ ദേഹത്തെ കൊള്ളാതിരിക്കുവാൻ നിങ്ങളുടെ മകനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ദൈവകൃപയാൽ അന്ന് പോയില്ല. അതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് തീരുമാനിച്ചു. ആ സഹോദരൻ പേര് വന്നില്ല. ഇന്നലെ കർത്താവിന്റെ വേലയ്ക്ക് ഇപ്പോഴും ഉണ്ട്, ചർച്ചിലെ വിശ്വാസിയാണ്. ഒരിക്കൽ ഞാൻ ഗ്രാമത്തിലെത്തിയപ്പോൾ എത്രയോ അപകടങ്ങളെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ഞാൻ ഗ്രാമത്തിലെത്തി. ഞങ്ങൾ പിക്ചർ കാണിക്കുമായിരുന്നു ഗ്രാമങ്ങളിൽ. ഇങ്ങനെ ദയാസാഗർ എന്ന് പറയുന്ന പിക്ചർ അന്ന് ഗോസ്പൽ ഫോർ ഏഷ്യ നോർത്ത് ഇന്ത്യക്ക് ഓരോ ചർച്ചിന് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ പിക്ചർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു കുഗ്രാമത്തിലെത്തി. ഹഡ്ഡി ടാണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു. ഞങ്ങൾ പിക്ചർ ഇങ്ങനെ വലിച്ചു കെട്ടി. പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ആളുകളെല്ലാം ഓടിക്കൂടി. വാളും വടിയും കുന്തവുമായിട്ട് അവരെല്ലാവരും വീട് വിട്ട് ഓടുകയായിരുന്നു. ഞങ്ങൾ കൂടിയിരുന്ന സ്ഥലത്ത് എല്ലാവരും വീട്ടിൽ കയറിയിട്ട് വടിയും വാളും അവർക്ക് എന്തൊക്കെ കൈ കിട്ടിയോ എല്ലാം കൊടുത്ത് ഓടുകയായിരുന്നു. എനിക്ക് മനസ്സിലായത് എന്താ സംഭവിക്കുന്നുവെന്ന്. അന്ന് രാത്രി സംഭവിച്ചതായിരുന്നു. ആ ഗ്രാമത്തിൽ കൊള്ളക്കാർ വരികയായിരുന്നു. 15 വർഷം വരെ ഈ ദേശം മുഴുവൻ കൊള്ളക്കാരുടെ താണ്ഡവമായിരുന്നു. ഞാൻ വരുന്ന സമയം 12 പേരെ നിരത്തി വെടിവെച്ചു വന്ന ആതങ്കാദികളുടെ സമയം ഈ ഗ്രാമത്തിൽ. ഈ ഓരോ മൂലയിലും ഇവരെ കൂടിയിരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു. അന്നാണ് എനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കാര്യം മനസ്സിലായത്. അവർ വിളിച്ചു ഓരോ ഗ്രാമത്തിന്റെ 4 മൂലയ്ക്കും 50 പേർ പുരുഷന്മാർ എല്ലാവരും വടിയും വാളുമായി ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു, ജാഗ്തേ രഹോ. അത് കേട്ട് മറ്റു മൂലയ്ക്കുള്ളവരെ വിളിച്ചു പറയും, ജാഗ്തേ രഹോ. അതിന് കേട്ട് അപ്പുറത്തുള്ള മൂലയ്ക്കുള്ള വിളിച്ചു പറയും, ഉണർന്നിരിപ്പീൻ. അത് കേട്ട് മറ്റൊരു വിളിച്ചു പറയും, ഉണർന്നിരിപ്പീൻ. അന്ന് രാത്രി മുഴുവനും ഇവരിങ്ങനെ ഉണർന്നിരിപ്പീൻ എന്ന് വിളിച്ചു പറയുന്നത്. ഒരാൾ കേട്ട് മറ്റൊരു പറയും, മറ്റൊരു കേട്ട് മറ്റുള്ളവർ പറയും. അന്ന് എനിക്ക് മനസ്സിലായി, ഉണർന്നിരിപ്പീൻ. ഗ്രാമത്തിൽ കൊള്ളക്കാർ വരുന്നത് തടയുവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പറയട്ടെ ദൈവമക്കളെ, 100 കണക്കിന് ഗ്രാമങ്ങളിൽ യേശുവിനെ അറിയിപ്പാൻ ദൈവം കൃപ നൽകി. 15 വർഷം കഴിഞ്ഞ് ദൈവാസന്മാർ വരുവാൻ തുടങ്ങി. 1-2 അനുഭവങ്ങൾ പറയുവാൻ. ഈസാ നഗർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ലഖിംപൂർ കീരിയിൽ 15 ബ്ലോക്ക് ഉണ്ട്. ഈ ലഖിംപൂർ കീരി എന്ന് പറയുന്നത് 15 ബ്ലോക്കാണ്. ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 75 പഞ്ചായത്താണ്. ഒരു പഞ്ചായത്തിൽ 2 മുതൽ 15 വരെ ഗ്രാമങ്ങൾ. ഓരോ ഗ്രാമങ്ങളിലും പോയി സുവിശേഷം പറയുവാൻ ദൈവക്രമ നൽകി. അങ്ങനെ സുവിശേഷം പറയുമ്പോൾ ഞങ്ങൾ അവസാനമായി എത്തിയ ഒരു ഗ്രാമമായിരുന്നു, 12ാമത്തെ വർഷത്തിൽ അവസാനമായി എത്തിയ ഒരു ഗ്രാമമായിരുന്നു ഈസാനഗർ. ബ്രാഹ്മിൺസിന്റെ ഗ്രാമമായിരുന്നു. അന്ന് 16 പേർ ടീമായിട്ടുണ്ടായിരുന്നു. ദൈവമക്കളെ, ഈ ഞങ്ങൾ പിക്ചർ ഫ്ലക്സ് വലിച്ചു കെട്ടി
ആ ഫ്ലക്സിൽ ഇങ്ങനെ ക്യാൻസറിന്റെ ചിത്രമാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ പുല്ലുപോലെ മുളയ്ക്കുന്നതാണ് കഞ്ചാവ്. ഇവിടെ യഥേഷ്ടം ഉണ്ടാകുന്നതാണ് കരിമ്പ്. അതുകൊണ്ട് ചാരായവും കഞ്ചാവും ഉള്ള ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ വിളയുന്ന സ്ഥലമാണ് ലഖിംപൂർ ഖീരി. എല്ലാ വീടുകളിലും ചാരായ മാറ്റും. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ പുല്ല് മുളക്കി എവിടെ കണ്ടാലും പുല്ല് മുളയ്ക്കുന്നത് പോലെ നമ്മുടെ സർവ്വസാധാരണയാണ്. അതിങ്ങനെ അവരിങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. 5 ദൈവാസന്മാരെ ഒരു പാസ്റ്റർ തലമണ്ട അടിച്ചു പൊട്ടിച്ചു. ഒരാളെ മുള കൊണ്ട് കുത്തി കാല് കീറി. ഒരു ദിവസം ചെവി അടിച്ചു പൊട്ടിച്ചു. ആ വടികൊണ്ട് എല്ലാവർക്കും തല്ലി കിട്ടി. ഞങ്ങളെ ജയിലിലടച്ചു. രാത്രി 12 മണി വരെ 11 മണി വരെ ജയിലിൽ കിടന്നു. അവിടത്തെ എസ്ഒ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നു. ഈ ഫ്ലക്സ് കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ ഫ്ലക്സ് കാണിച്ചാണ് പ്രസംഗിക്കുന്നത്, മദ്യ നിരോധനത്തെ കുറിച്ചാണ് പറയുന്നത്. അയ്യോ, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആഹാരം മേടിച്ചു തന്നു. അന്ന് രാത്രി 11 മണിക്ക് ഞങ്ങളെ പുറത്തുവിടുവാനിടയായി തീർന്നു. ഓരോ ഗ്രാമത്തിലും പോയി പറയുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഗ്രാമത്തിൽ പോകുമ്പോൾ ബൈബിൾ വലിച്ചു കയറിയ സംഭവങ്ങൾ എത്രയോ. പക്ഷേ അടുത്ത ഗ്രാമം ഞങ്ങളെ സ്വീകരിക്കുമായിരുന്നു. അടിക്കാൻ ഓടിച്ച ഗ്രാമം എത്രയോ, പക്ഷെ അടുത്ത ഗ്രാമം ഞങ്ങളെ സ്വീകരിക്കുമായിരുന്നു. ഓരോ ഗ്രാമത്തിലും ഏതൊക്കെ ഗ്രാമത്തിൽ പോയി പ്രവർത്തനം തുടങ്ങിയോ, ഉപദ്രവേറ്റുവോ, ആ ഗ്രാമങ്ങളൊക്കെ ദൈവം തന്നു. കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പേ ഡിസംബറിൽ ഞാൻ താമസിക്കുന്ന ചർച്ചിൽ അറ്റാക്കായി. എന്നെ പിടിച്ചു കെട്ടി റോഡിൽ കൊണ്ടത് പബ്ലിക്കായിട്ട് തല്ലി. ഭാര്യയെ പിടിച്ച് കുഴിയിൽ തള്ളി. മകനെ കേസിലിട്ട് തല്ലി. 6 സഹോദരി സഹോദരന്മാരെ ജയിലിലടച്ചു. അങ്ങനെ ഞങ്ങൾ 6 പേർ ജയിലിൽ പോയി. ഞങ്ങളുടെ പേര് കേസെടുത്തു. പക്ഷെ ജയിലിൽ വിടാൻ പറ്റിയില്ല. സ്ത്രീകളെ, ലേഡീസ് പോലീസ് ഇല്ലാതെ സ്ത്രീകളെ തല്ലിയെന്ന് ഞങ്ങൾ പറഞ്ഞു. പത്രക്കാർ വന്ന് റിപ്പോർട്ട് കൊടുത്തു. ഞങ്ങളുടെ 8 മൊബൈൽ പിടിച്ചു മേടിച്ചു. ലേഡീസ് ഇല്ലാതെ സ്ത്രീകളെ തല്ലിയതുകൊണ്ട് അവർക്ക് വലിയൊരു ഭീഷണിയായി മാറി. അക്കാരണത്താൽ ഞങ്ങളെ ജയിലിൽ വിട്ടില്ല. അതിനുശേഷം വീണ്ടും ചർച്ചിൽ ആക്രമണം ഉണ്ടായി. പോലീസ് വളഞ്ഞു, നാട്ടുകാർ വളഞ്ഞു. ആരാധന പാടില്ല എന്ന് നിർബന്ധിപ്പിച്ചു. ദൈവകൃപയാൽ ഇന്നിവിടെ ആരാധന നടക്കുന്നുണ്ട്. രാവിലെ ആണെന്ന് മാത്രം സമയം മാറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അന്തരീക്ഷം വളരെ മോശമാണ്, വളരെ മോശമാണ്. പക്ഷെ എല്ലാ മാസവും സ്നാനം നടക്കുന്നുണ്ട്. ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നു. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് BJP-ക്കാരും പ്രിയ സഹോദരങ്ങൾ വളഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ വരുന്ന വഴിക്ക് 8 പേർ ഒരു പ്രത്യേക സ്ഥലത്ത് കാവൽ നിൽക്കുകയായിരുന്നു. യാദൃച്ഛികയായി പോലീസ് അവിടെ എത്തി. കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ പോകുവാൻ പറഞ്ഞു. കാരണം ആരും തന്നെ വിജനമായ സ്ഥലമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എന്റെ കൂട്ടുകാരൻ ദീവാസൻ മറ്റൊരു ഗ്രാമത്തിൽ വളരെ ദൂരെ ഏകദേശം 60 കിലോമീറ്റർ താമസിക്കുന്ന ആ ദീവാസൻ പറഞ്ഞു, വീരയിൽ ഇന്ന സ്ഥലത്ത് എന്റെ കൂട്ടുകാരനുണ്ടോ എന്ന് ചോദിച്ചു. ആളെ ഈ സമസ്യ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അവിടെ ഉണ്ട്, എൻ്റെ ഒരു സഹോദരൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലീസ് വന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തീക്കിരയാകുമായിരുന്നു. ആ വണ്ടിക്കകത്ത് എല്ലാ പെട്രോളും സകല കരുതിയായിരുന്നു അവർ വന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. പക്ഷെ അത് എന്നെ വധിക്കുവാൻ വന്നതല്ലായിരുന്നു. അന്നൊരു സ്നാനം നടക്കുന്നുണ്ടായിരുന്നു ആദിവാസിയുടെ ഇടയിൽ. MC ഡാനിയൽ എന്ന് പറഞ്ഞ ദൈവാസന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അന്ന് വലിയ അദ്ദേഹത്തെ ജയിലിലടച്ച വിഷയം എനിക്കറിയില്ല. ഞാൻ അവിടെ എത്തി. ഞാനൊരു പാസ്റ്റർ എന്നുള്ള ദൈവം മനസ്സിലാക്കി. അവരെന്നെ ഫോളോ ചെയ്തതാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത്ഭുതപരമായിട്ട് വിടുവിച്ചു.
ദൈവക്കളെ ഇന്ന് ധാരാളം ദൈവ സ്നാനപ്പെടുവാനും ഇവിടെ ആയിരങ്ങളെ ക്രിസ്തുവിൽ സുവിശേഷം അറിയിപ്പാനും ഓരോ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷ പ്രതി കൊടുപ്പാനും ബൈബിൾ കൊടുപ്പാനും ഇന്ത്യൻസിന്റെ ബൈബിളുകൾ ഏകദേശം ഓരോ ഗ്രാമത്തിലും ഓരോ വീടുകളിലും കയറിയിറങ്ങി ഏകദേശം 9 ലക്ഷം ബൈബിൾ വീട് തോറും കയറി കൊടുപ്പാൻ ദൈവം ഇടയാക്കി. പ്രധാന പ്രവർത്തനം ശക്തമായി നടക്കുന്നു. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ വാക്കിലൂടെ വിരമിക്കുന്നു. എനിക്ക് തന്ന അവസരത്തിനായി പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ അവസാനം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കാർക്കെങ്കിലും ഉത്തർപ്രദേശിൽ നേപ്പാളിന്റെ ബോർഡർ ലഖിംപൂർ കീഴിൽ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കാലുകളുടെ ചവിട്ടട്ടെ, നിങ്ങളുടെ കാലുകൾ ഇവിടെ പതിയട്ടെ, നിങ്ങളുടെ പൊടികൾ, കാലിലെ പൊടി ഇവിടെ കുടഞ്ഞിട്ട് ചുവക്കോ. കണ്ട ഗ്രാമം യേശു അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രവർത്തനത്തിന് പരിമിതി ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് പരിമിതിയില്ല. ചുറ്റു നടന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും. അനേക ഗ്രാമങ്ങൾ ചുറ്റു നടന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. മകൻ കൂടെയുണ്ട്. മകനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവന്റെ വിദ്യാഭ്യാസത്തെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബമായി പ്രാർത്ഥിക്കുക. ഈ സമയം ഒരുക്കി തന്ന വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിന് എന്റെ ഹൃദയംഗമായി നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ഈ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ കുടുംബത്തോടെ അസംബ്ലി സംഘടന വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു സഭാ ഹാളുണ്ട്, ചെറിയൊരു വീടുണ്ട്. ഇവിടുത്തെ പ്രവർത്തനത്തിനാണെങ്കിൽ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സർവ്വസ്ഥ പിതാവേ, സമയത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യ കൂടാരത്തിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് നടത്തിയ വിധങ്ങളെ, കഴിഞ്ഞ കാലം കടത്തിവിട്ട അനുഭവത്തിനെ തന്റെ ജനത്തിന് വേണ്ടി സാക്ഷ്യം പറയാൻ ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം. കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. അതിന് മുഖാന്തരം ഒരുക്കിയ കഥാവേ, നിന്റെ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാം കൂടെ കരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഈ ഗ്രാമങ്ങളിലെ എത്ര അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ, ചുരുക്കം ചിലരെ ഗ്രാമങ്ങളിൽ പോലുള്ള സാക്ഷ്യങ്ങൾ പറയാറുള്ളൂ. ഇത് ഒരു കേൾക്കുന്നവർക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. കാരണം നോർത്ത് ഇന്ത്യൻ വില്ലേജിലുള്ള വേലകൾ, അതിൻ്റെ പരിമിതികൾ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ ചിന്തിക്കുകയാണ്. പാസ്റ്റർ ഇത് പറഞ്ഞത് ഒത്തിരി അനുഗ്രഹമാണ്. ഇന്ന് കേരളത്തിലായിരിക്കുന്നവർക്കും ഇതര മീഡിയകളിലൂടെ ഇത് കേൾക്കുന്നവർക്കും വളരെ അനുഗ്രഹമായി മാറട്ടെ. ഞാന് 1998 നോർത്ത് ഇന്ത്യ വിട്ട് നാട്ടിൽ വന്നയാളാണ്. പാസ്റ്റർ പറഞ്ഞതുപോലെ ഉപ്പിട്ട ചായയും മല്ലിയില ചമ്മന്തിയും എന്ന് വേണ്ട ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ ഇടയിലും കുഷ്ഠരോഗികളുടെ ഇടയിലും ആദിവാസികളുടെ ഇടയിലുള്ള ഛത്തീസ്ഗഡിൽ ഞാനിപ്പോ വരുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങള്, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഛത്തീസ്ഗഡിലായിരിക്കുന്ന സമയത്ത് പ്രായമായവർക്ക് വസ്ത്രമേ ഇല്ലായിരുന്നു. കാരണം ക്ലൈമറ്റ് മാത്രമല്ല, അവർക്ക് അതിനുള്ള സാമ്പത്തികമില്ല. ഞാൻ ഇവിടുന്ന് കെട്ടുകണക്കിന് വസ്ത്രങ്ങൾ ബണ്ടിൽ കണക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ബാച്ചിലറാ, കല്യാണം ഒന്നും കഴിച്ചിട്ടുള്ളതല്ല. ഒത്തിരി കഷ്ടതകളിലൂടെ ആണ് അവിടൊക്കെ കർത്താവിന്റെ വേല ചെയ്തത്. അപ്പോ തന്നെ ഞാൻ ഓർക്കുന്ന, ഒരു ഫാൻ ഇല്ലാതെ ചൂടത്ത് കഷ്ടപ്പെട്ട് ഈ നൽക്കയുടെ ചോട്ടിൽ പോയിട്ട് ദേഹം മൊത്തം ഒരാൾ വെള്ളം അടിച്ചു തരും, നനഞ്ഞു കുളിച്ച് പരിക്കാത്ത വന്നിരിക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തീർച്ചയായിട്ടും ദൈവം ഒത്തിരി അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. പക്ഷേ
കഷ്ടം അനുഭവിച്ചതിന്റെ പിൻപിൽ ദൈവം അനേകായിരങ്ങളെ നേടുവാൻ കൃപ നൽകി. അതാണ് നമ്മുടെ സന്തോഷം. ആകയാൽ ഞാൻ എപ്പോഴും പാടും, ഇങ്ങനെ പാടാറുണ്ട്, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ പിൻഗേമിക്കും, പിന്മാറാതെ പിൻഗേമിക്കും. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, പിന്മാറാതെ പിൻഗേമിക്കും, പിന്മാറാതെ പിൻഗേമിക്കും. കർത്താവിന്റെ ക്രൂശിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കർത്താവ് നമുക്ക് സഹനം തന്നു. അവന്റെ ക്രൂശിനെ നോക്കി ഇറങ്ങി തിരിച്ചതിന്റെ മുൻപിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ കൈകൊണ്ട് ചാണകം വാരി കൈകൊണ്ട് ചോറ് പ്ലേറ്റിന്റെ അകത്ത് പൊത്തി ഉപ്പിട്ട ചായ കൊണ്ട് തരുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാർ കട്ടിന്റെ കീഴിലേക്ക് മറിച്ചു കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ കുടിക്കുന്ന അനുഭവങ്ങളും, പാസ്റ്റർ പറയുന്ന കോഴിത്തല ചുട്ട കാര്യങ്ങൾ, കോഴിയുടെ കാല് ചുട്ടെടുക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ഞാന് സത്യമെങ്കിൽ ഈ സാക്ഷ്യം കേട്ട സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, ഇതൊക്കെ അനുഭവിപ്പാൻ ദൈവം കൃപ തന്നതും ഇന്നും ഈ സാക്ഷ്യം നിലനിൽക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. എന്റെ കണ്ണ് നിറഞ്ഞുപോയി. കൃപയാൽ ദൈവം നമ്മളെയൊക്കെ നിർത്തുന്നു. ഇതിനൊക്കെ വലിയ പ്രതിഫലം കർത്താവ് തരും. ഞാൻ ആ ഓർത്തിന്റെ സമയത്ത് അന്ന് ദൈവം എനിക്കൊരു പാട്ട് വന്നു. അത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയാണ്. ശാശ്വത പാറയാ യേശുവിൽ ചാരി ഞാൻ, ശാശ്വതമാം വീട്ടിൽ ചെന്നു ചേരും. അടുത്ത വരി, വീടും മാടും എനിക്കില്ലിവിടെ എൻ ദൈവമേ എൻ പിതാവേ, നിന്നിൽ ഞാൻ ചാരുന്ന നേരമെല്ലാം എൻ ദുഃഖവേദന മാറിടുന്നു. പിന്നെ നീതിയും രാജമാടൻ ശരണം, നീതിയും സൂര്യൻ വാഴുന്ന രാജ്യം, ആ രാജമാണെന്റെ സ്വന്ത ദേശം. അന്നു തീരും എന്റെ വേദനകൾ. 2 പാന്റും 2 ഷർട്ടും 2 മുറ്റുണ്ട് വീട് ധരിക്കുമ്പോൾ കാരണം തിരിഞ്ഞ് നാട്ടിൽ കുഴിച്ചിടാൻ ഭൂമിയില്ലാത്തവനാ. അപ്പോ അന്ന് എല്ലാം വിട്ട് അന്നൊരു തീരുമാനമെടുത്ത് അന്ന് തന്ന പാട്ടാ. പലിശയുടെ പാട്ടിന് പല എഴുതിയിട്ടുണ്ട്. ദൈവം അന്ന് തന്ന പാട്ടാണിത്. ക്രിസ്തുവിൽ പാടുവാൻ ദൈവം ആക്കി തീർത്തു. കർത്താവിന് സ്തോത്രം. ദേവാസയുടെ സാക്ഷ്യം കേട്ട് വളരെ സന്തോഷം. അന്നുകൂടെ എന്റെ ജീവിതത്തിൽ അത് എൻകറേജിന്റെ ഭാഗത്ത് ആകുവാൻ ദൈവം ഇടയായിത്തീരുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും പ്രത്യേകം നന്ദി. ഞാൻ ഡിസംബർ മാസം നാട്ടിൽ കടന്നു വരുന്നുണ്ട്. ഡിസംബറിലെ വന്നിട്ട് 1 മാസം വരെ നാട്ടിൽ, കാരണം ഈ ശക്തമായ തണുപ്പിൽ നിന്നും പിന്നെ എന്റെ അമ്മ മരിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നെ വിളിച്ച് ഈ കഴിഞ്ഞ 4 മാസമായുള്ളൂ എന്റെ അമ്മ മരിച്ചിട്ട്. പക്ഷെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ കടം മേടിച്ച് പോകത്തില്ലെന്ന്. എന്റെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു കടം മേടിച്ച് ഞാൻ പോകത്തില്ല. എന്റെ അക്കൗണ്ട് ദൈവം പൈസ തന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എനിക്കറിയാം ഞാൻ കടം മേടിക്കുന്നില്ല. കാരണം ഇന്ന് വരെ കടം മേടിക്കുന്ന സ്വഭാവം ഞാൻ നിർത്തി. ദൈവം തീരുമാനമെടുത്തു. അതൊരു വലിയൊരു അനുഗ്രഹമായി തീർന്നു. പക്ഷെ അതെനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പപ്പ മരിച്ചു. എന്നോട് കാണാൻ ആഗ്രഹിച്ചു. ഞാൻ അന്നും എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഞാൻ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് അവിടെ വെച്ച് കാണാം. അത് എന്റെ തീരുമാനം. കർത്താവിന് സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ നല്ല തീരുമാനങ്ങളെ കർത്താവ് മാനിക്കും. മാത്രമല്ല നിത്യതയുടെ തുറമുഖത്ത് അവരെയൊക്കെ കാണാൻ ദൈവം ഇവിടെയാക്കും. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ഈ പ്രേക്ഷകരോടായിട്ട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. തുടക്കത്തിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ,
നമ്മുടെ സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് തീർച്ചയായിട്ടും ഈ കർത്തദാസിനെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഇത്രത്തോളം ദൈവം നടത്തി. ദൈവമേ, ഞങ്ങൾക്ക് വിവരിച്ചാൽ തീരാതെ വണ്ണം അനുഭവ സമ്പത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നു. കർത്താവെ, ഇവയൊക്കെ ഞങ്ങളുടെ പേരിനല്ല, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കാരണമാക്കേണ്ടതിനും മറ്റുള്ളവരെ കർത്താവെ ഈ സുവിശേഷ ദൗത്യത്തിലേക്ക് എത്തിക്കേണ്ടതിനും കാരണമാണല്ലോ. ഞങ്ങളുടെ അഭിഷിക്ത കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഓരോ വില്ലേജുകളും ഓരോരോ കാരണത്താൽ നേടുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.